വടകരയിൽ കെ ശൈലജയ്ക്കെതിരെ പ്രചരിച്ച കാഫിർ പരാമർശ വാട്സ്ആപ്പ് സ്ക്രീൻഷോട്ട് സത്യമാണ് തെളിയിക്കുന്നവർക്ക് 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച് മുസ്ലിം യൂത്ത് ലീഗ്. തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പ്രചരിച്ച സ്ക്രീൻഷോട്ടിനെതിരെ LDFും യൂത്ത് ലീഗ് പ്രവർത്തകനും പോലീസിൽ പരാതി നൽകിയിരുന്നു. അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ എന്ന ഫേസ്ബുക്ക് പേജിലാണ് വിവാദ സ്ക്രീൻഷോട്ട് ആദ്യം കണ്ടത്. പിന്നീട് ഇടത് സൈബർ ലോകം അത് ഷാഫി പറമ്പിലിനെതിരെ പ്രധാന പ്രചാരണായുധമാക്കി. യൂത്ത് ലീഗിന്റെ പേരിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ PK മുഹമ്മദ് കാസിം എന്ന യൂത്ത് ലീഗ് പ്രവർത്തകന്റെ പേരിൽ നിന്നാണ് വിവാദ മെസ്സേജ് വന്നത്. എന്നാൽ അങ്ങനെയൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലെന്ന് യൂത്ത് ലീഗും മുഹമ്മദ് കാസിമും പറയുന്നു. ഇതോടെയാണ് യൂത്ത് ലീഗ് 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ഈ കേസ് തെളിയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ LDF ഇതിനെ പ്രൂവ് ചെയ്യുകയാണ്, ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി അതിൽ 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഓഫർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ട് എനിക്ക് തോന്നുന്നു 24 മണിക്കൂറിനോട് അടുക്കുകയാണ്. ഇതുവരെയും അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സഖാവ് പോലും എന്താക്കില്ല, രംഗത്തേക്ക് കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. എത്ര ഉറപ്പാണ് വ്യാജാണെന്ന്? യെസ്, പൂർണ്ണമായിട്ട് 100% നമുക്ക് ഉറപ്പാണ്. നമ്മൾ ചെയ്യാത്തൊരു സാധനത്തിൻ്റെ മുകളായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്കത് പറയാൻ പറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത്. ഏതെങ്കിലും സഖാക്കൾ വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നോട്ട് വരില്ല എന്നും അത് തയ്യാറാണെങ്കിൽ 10 ലക്ഷമല്ല അതിൽ കൂടുതൽ അവർ പറയുന്നതാണെങ്കിൽ അതും കൊടുക്കുവാൻ നമ്മൾ തയ്യാറാണ്. ഒറിജിനലാണെന്ന് കാസിമിൻ്റെ ഫോണിൽ നിന്നോ നെടുമ്പ്രവണ്ണ പിന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അങ്ങനത്തെ ഒരു പ്രൊഫൈലിൽ കാസിം നിലവിൽ അങ്ങനത്തെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ ഓര് പറയുന്ന പൈസ 10 ലക്ഷം ഇനാമ് എന്ന് നമ്മൾ ഒരു രൂപത്തിൽ വെച്ചതാണ്. അവർ പറയുന്ന പൈസ നമ്മൾ അവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചവരെ കണ്ടെത്തും വരെ നിയമ പോരാട്ടം തുടരാനാണ് യൂത്ത് ലീഗ് തീരുമാനം. SP ഓഫീസിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവനോട് പറഞ്ഞത് പ്രതിയല്ല എന്നുള്ള അവർ പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് രേഖാമൂലം ഞങ്ങൾക്ക് തന്നിട്ടില്ല. അതുപോലെ തന്നെ ഇത് ചെയ്ത പ്രതികളാണ്. കണ്ടെത്താനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പും നമുക്ക് തന്നിട്ടില്ല. അത് രണ്ടും നമുക്ക് തരണം. മുഹമ്മദ് കാസിമിന്റെ മൊബൈൽ ഫോൺ സൈബർ സെൽ പരിശോധിച്ചെങ്കിലും സംശയകരമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. റിപ്പോർട്ടർ, കോഴിക്കോട്.